പരീക്ഷിച്ചുമാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ മാത്സ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ തൊട്ടറിഞ്ഞ് പഠിക്കുന്നത് എന്തും നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണേലും ഈ കണക്ക് പലപ്പോഴും കണക്കാണ്. അതുകൊണ്ട് തന്നെ കണക്കിന്റെ ക്ലാസ്സും മാഷുമെല്ലാം കുട്ടികൾക്ക് ഊരാ കൊടുക്കും. ആ കുരുക്കഴിച്ച് കണക്കിനെ സ്നേഹിക്കാനുള്ള മാർഗമാണ് ഇത്. ഗണിത പഠനം ഒരു ആസ്വാദികരമായി തീരുവാണ് ഇതിലൂടെ. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു, ഏരിയ പഠിപ്പിച്ചു, നെഗറ്റീവ് നമ്പേഴ്സൊക്കെ പഠിപ്പിച്ചപ്പോൾ അവർ ശരിക്കും ബൈഹാർട്ട് പഠിക്കാണ്ട് അവർ പരീക്ഷിച്ച്, അതായത് അവർ തൊട്ടു അറിഞ്ഞ് പരീക്ഷിച്ച് പഠിച്ചപ്പോൾ അവർക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നിയത്. പേനയും പേപ്പറും ബോക്സും മാത്രമല്ല, ഇവിടെ കണക്ക് പഠിക്കാൻ സാമഗ്രികൾ വേറെയുണ്ട്. ഭയങ്കര സിമ്പിളായിരുന്നു. ഫ്രാക്ഷനൊക്കെ കൂടി എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ മനസ്സിലായത്. ഫ്രാക്ഷനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ബോർഡിൽ എഴുതി കാണിക്കണ പോലെ അല്ല, ഇത് അറിയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ബോർഡിൽ മിസ്സുമാരിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ബൈ ഹാർട്ടാക്കും. പിന്നെ എക്സാം പേപ്പർ കിട്ടുമ്പോഴും അതാണോ അല്ലയോ എന്ന് മനസ്സിൽ ഭയങ്കര എന്തോ ഒരു ടെൻഷൻ പോലെ എക്സാമിൻ്റെ സമയത്ത് വരും. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ചെയ്തു പഠിച്ചപ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. കയ്യിലും കാലിലും കൂട്ടിയിട്ടും തികയാത്തവർക്ക് ഇനി ഇവിടെ പയറ്റാം. കണക്ക് പയറ്റി തെളിയാൻ പറ്റിയ ഒരിടം. കണക്ക് ക്ലാസും മാഷും വന്നാൽ ശപിച്ചു കയറുന്ന കാലത്തിന് വിട. ഇവിടെ കണക്ക് കളിയാണ്. കൂട്ടിയാലും കൂടാത്ത ഊരാ കുടുക്കല്ല. കയ്യും മെയ്യും പോരാത്തതിന് അല്പസ്വല്പ സംഗതികളുമൊക്കെ ഉപയോഗിച്ച് കണക്ക് ഇമ്മിണി ചിരിച്ചു നേടാം. ക്യാമറമാൻ ശരത്തൻ പാട്ടുകാവിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദിത്യനുണ്ട്, ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിരുന്ന കൊള്ളായിരുന്നു. ആദിത്യ കണക്കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാനൊക്കെ, മടുത്തു പോയതാണ്. ആദിത്യന് കണക്ക് എളുപ്പമായിരുന്നോ? ഈ എളുപ്പ കണക്ക് ആരാണ് പഠിപ്പിക്കുന്നത്? ദിവിഷ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമായിരുന്നു കണക്ക്. SSLCക്കും പ്ലസ് ടുവിനൊക്കെ ഭേദപ്പെട്ട മാർക്കും ഉണ്ടായിരുന്നു. സയൻസ് ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എൻ്റെ ചേട്ടനും അതുപോലെ, എൻ്റെ ചേട്ടൻ കണക്കിലൊരു പുലിയായിരുന്നു. കണക്ക് പൊതുവെ അതൊക്കെ കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ ഈ ഒരു വിദ്യ അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകണം. എന്തൊക്കെയാണല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു സൗഭാഗ്യം. അതിപ്പോൾ ഉച്ചഭക്ഷണം തൊട്ട് ഈ കണക്ക് ലാബ് വരെ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് കണ്ട് അസൂയപ്പെടാതെ വേറെ നിർവാഹമില്ല. എന്തായാലും ഈ ചാക്കോ മാഷ് കേവലം ഒരു പ്രതീകം മാത്രമാണ്. ചാക്കോ മാഷ് പോലെ എത്രയോ മാഷുമാരെ ഈ കണക്കിനെ പേടിക്കുന്നവർ ഭയപ്പെട്ടിരുന്നു. എത്രയോ മാഷുമാർ സ്ഥലം മാറി പോണേ എന്ന് പ്രാഗിയിരുന്നു. അങ്ങനെ കണക്കെന്തോ പേടി സ്വപ്നം പോലെ കണ്ടിരുന്നവരാണ് ഈ കൂടുതൽ പേരും. A+B² ബബ അല്ല എന്ന് നമ്മൾ ട്രോളുകളിലൊക്കെ പലപ്പോഴും പറയുമ്പോഴും കണക്ക് പലർക്കും ഒരു പേടി സ്വപ്നമായി മാറിയിരുന്നു. എന്തായാലും അത് വളരെ രസകരമായി പഠിക്കാനുള്ള ആ കുഞ്ഞു മോളുടെ പ്രതികരണത്തിലുണ്ടത്. അതായത് ഫ്രാക്ഷൻ, അതായത് ഭിന്നസംഖ്യകളുടെ കണക്കുകൾ കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഇപ്പോഴാണ് എളുപ്പമായത്. നമ്മളിപ്പോൾ 3-1 അധികം 2-1 എന്നൊക്കെ നമ്മൾ എഴുതി കൂട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കൺഫ്യൂഷൻ വരാം, ഇത് എങ്ങനെയാണെന്നൊക്കെ വരാം. പക്ഷേ അവർ പഠിക്കുന്നത് അതിൻ്റേതായ ഓരോ ഉപകരണങ്ങളൊക്കെ വെച്ചാണ്. നമ്മൾ ആ കണ്ടില്ലേ, ആ ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ അതിനെ ഒരു സാധനത്തിനെ വിഭജിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഭിന്നസംഖ്യകൾ പഠിക്കുന്നത്. ഗുണനപ്പട്ടിക പഠിക്കാൻ പോലും അതിൽ സൂത്രവിദ്യ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ മണൽ വന്ന് വീഴുന്ന ഒരു സാധനം, എനിക്ക് അതിൻ്റെ പേരറിയില്ല. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക്, കൊച്ചു കുട്ടികളാണ്, അപ്പോൾ നമ്മളൊരു സാധനം കൂടുതൽ ഇടപഴകി ഇൻവോൾവ് ചെയ്ത് ആപ്ലിക്കബിൾ നമ്മൾ പറയത്തില്ലേ, ആപ്ലിക്കബിൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിരുത്തി പഠിക്കാനും ഈ കാണാതെ പഠനമൊക്കെ ഒഴിവാക്കി അതിനോടൊപ്പം ഇഴുകി ചേർന്ന് പഠിക്കാനും പറ്റും. സാധാരണ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നമുക്ക് അങ്ങനെ പഠിക്കാം, ജീവശാസ്ത്രം അങ്ങനെ പഠിക്കാം. നമ്മൾ അസ്ഥികൂടത്തിൻ്റെ മാതൃക വെച്ചാണ് ജീവശാസ്ത്രം പഠിക്കുന്നത്. അതുപോലെ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ കണക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കടലാസും പേനയും മാത്രമാണ്. എഴുതി കൂട്ടുക, മനക്കണക്ക് കൂട്ടുക, അതുപോലെ തന്നെ ജോമെട്രി ആയാൽ തന്നെ ഈ ഇങ്ങനെ കണക്ക് പഠിപ്പിക്കുന്ന മാഷന്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ അഭിനന്ദനം. എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലേക്കും അല്ലെ ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ. കൂടുതൽ കുട്ടികൾക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി.